നമസ്കാരം ഗെയ്സ്. അപ്പോൾ നമുക്കിന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ സംഭവങ്ങൾ നമുക്ക് ഒരുപാട് വളരെയധികം മനസ്സിനെ വേദനിപ്പിച്ച സംഭവങ്ങളാണ് ഓരോ ദിവസം ബിഗ് ബോസിൽ ഉണ്ടാവുന്നതും പുറത്തുണ്ടാവുന്നതും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുപാട് വിഷമമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല എനിക്ക്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് സംഭവത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഗെയ്സ്, നമ്മുടെ ലൈക്കിൻ്റെ കാര്യം ആരും മറക്കണ്ട, സബ്സ്ക്രൈബറിൻ്റെ കാര്യം ആരും മറക്കണ്ട, കമൻറ്റിൻ്റെ കാര്യം ആരും മറക്കണ്ട. ആ ബെല്ല ബട്ടൺ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ അതുമായി. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഒരു അതിഭീകരമായുള്ള ഒരു നുണ സംഭവം കണ്ടു. പെയ്ഡ് പൈസ കൊടുത്ത് ടൈം ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുള്ള നമ്മുടെ ദേശീയ പത്രം, ആ ദേശീയ പത്രത്തിൽ രാധിക എന്ന് പറഞ്ഞുള്ള ഒരു എഴുത്തുകാരി ജാസ്മിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. ഞാൻ ഞെട്ടിയത് കണ്ടിട്ട്. ഇതൊക്കെ ഒരു ദുസ്സൂചനയാണ് ഈ കാണിക്കുന്നത്. അതിൽ എഴുതി നോക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജാസ്മിൻ വിന്നറാവാനായിട്ട് ഒരു വിന്നറിനാവാൻ വേണ്ടിയിട്ടുള്ള സകല ഗുണങ്ങളുള്ള, അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് കൊടുക്കുന്ന, അതുപോലെ തന്നെ പ്രതിരോധശേഷിയുള്ള, നമ്മൾ മനസ്സിലാക്കണം, പ്രതിരോധശേഷിയുള്ള, എന്തിനും പ്രതിരോധിക്കാൻ ശേഷിയുള്ള വനിത എന്നാണ് ടൈം ഓഫ് ഇന്ത്യയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാം, ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ലേഖനം. ആ ലേഖനം വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ ദേശീയ നിലയിൽ ജാസ്മിനെ കുറിച്ച് ഈ പത്രത്തിൽ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വളരെ 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 വലിയ ദുരൂഹതയുണ്ട്. ആ ദുരൂഹതയിൽ ഒന്നാമത്തെ കാര്യം, ഏഷ്യാനെറ്റ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഷോ ഡയറക്ടർമാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജാസ്മിൻ്റെ വല്ല ബന്ധുക്കളാണോ ഈ രാധിക? അതും രാധിക എന്നുള്ള പേര് അത് തൂലികനാമമാണോ നമുക്കറിയില്ല. ജാസ്മിൻ്റെ വല്ല ബന്ധുക്കളാണോ ഈ തോന്നിയാസം ഈ പത്രത്തിൽ എഴുതി നോക്കുന്നത്? അതേപോലെ തന്നെ ഈ ജാസ്മിൻ്റെ വീട്ടുകാരോ ബന്ധുക്കാരോ മറ്റുള്ള ആൾക്കാരോ പൈസ കൊടുത്ത് എഴുതിച്ചതാണോ അത്? പെയ്ഡ്. ഇതിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഈ ലേഖനത്തിൽ നമ്മുടെ ജിൻഡോനെ കുറിച്ച് ഒരു അക്ഷരം ഉരിയാടിയിട്ടില്ല, ഒരു അക്ഷരം എഴുതിയിട്ടില്ല. അതുപോലെ തന്നെ സായി വാഴേനെ കുറിച്ച്, സായി ഉഡായിപ്പിനെ കുറിച്ച്, സായിയുടെ തെണ്ടിത്തരത്തിനെ കുറിച്ച് കുറേ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവളെ അങ്ങോട്ട് വാനോളം പുകഴ്ത്തുക ഈ ലേഖനം. ഇവള് അവിടെ കളിക്കുന്നതും ഇവള് കണ്ടന്റ് കൊടുക്കുന്നതും ഇവള് അവിടെ മത്സരാർത്ഥികളായിട്ട് എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതും ഇവളൊക്കെ നമ്മൾ കണ്ടതല്ലേ. ആ കാമക്കടുവ ഗബ്രിയായിട്ട് 19 ദിവസം അതിൻ്റെ ഉള്ളിൽ കിടന്നുള്ള പേക്കൂത്ത്, ഇതൊക്കെ അതൊന്നും ലേഖിക കണ്ടില്ല. അതൊന്നും 50 എപ്പിസോഡ് വരെ ലേഖിക ഉറങ്ങാടുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ലേഖികയ്ക്ക് ഭൂതോദയം ഉണ്ടായിട്ട് ഞെട്ടി ഉണർന്നത്. ബിഗ് ബോസിൽ കപ്പ് നേടാനുള്ള ഏക വ്യക്തി, കപ്പും കൊണ്ടുപോകാനായിട്ട്, കപ്പ് ഉയർത്താനായിട്ടുള്ള എല്ലാ കഴിവുകളും തികഞ്ഞ ഉത്തമ വനിത, പ്രതിരോധ ശേഷിയുള്ള വനിത, അതിൻ്റെ ഉള്ളിൽ ഇത്രയും നാൾ സീസൺ നടന്നിട്ട് ഇത്രയും നല്ലൊരു മത്സരാർത്ഥി ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല എന്നാണ് ഈ രാധിക എന്ന് പറയുന്ന ഈ നുണയെഴുത്തുകാരി പറയണത്. നമ്മൾ ഞെട്ടാണ്ടിരിക്കുമോ? അപ്പോൾ ഇതിനൊക്കെ കൂടോത്രം മാല ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട്. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കപ്പ് ജാസ്മിന് തന്നെ. ഇത് ജാസ്മിന് കൊടുക്കാനുള്ള ഓരോ ഉഡായിപ്പുകൾ ഇങ്ങനെ ദേശീയ ലൈനിൽ വരെ എത്തി എന്ന് പറയുമ്പോൾ, അവളിപ്പോൾ ദേശീയ മത്സരാർത്ഥിയായിട്ട് മാറിയില്ലേ? ടൈം ഓഫ് ഇന്ത്യയിലൊക്കെ ഒരു ആർട്ടിക്കിൾ വരാമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഒരു പേരും പ്രശസ്തി? അത് വെച്ചിട്ടിപ്പോൾ ജാസ്മിൻ്റെ ആർമികൾ തകർക്കുന്നുണ്ട്. അപ്പോൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഉളക്കി എന്തും വേണമെങ്കിൽ എഴുതാം പത്രത്തിൽ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? കാശിൻ്റെ മുകളിൽ പരുന്തും പറക്കില്ല. ഈ 50 ലക്ഷം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു 10 ലക്ഷം ഇങ്ങനെ പരസ്യത്തിനും PR വർക്കിനും പോയാലും ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. കുറേ കമ്മീഷനും പോയാലും കുഴപ്പമില്ല. ഈ ജാസ്മിൻ വിന്നറാവണം, അതിന് വേണ്ടി കുട ചൂടുന്ന ഈ ഹാഫീസും അവരെ പരിവാരങ്ങളും ഏഷ്യാനെറ്റും എൻ്റെ മോശയിലും വരെ അതിനുവേണ്ടി കുട പിടിക്കുന്നുണ്ട്. ഇനി എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല നമുക്ക്. ഇപ്പോൾ ജാസ്മിൻ്റെ കാമുകന്മാർ കിടന്ന് പുറത്ത് ഭയങ്കര തിക്കും തിരക്കും ബഹളം കരച്ചിലും ദിവസം ലൈവായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അഫ്സൽ എന്നൊരു അവനെ നമ്മൾ മാന്യനായിട്ടൊന്നും കാണരുത്.
അഫ്സൽ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്തിനാണ് ഈ ആഴ്ചയിൽ ലൈവ് ഇടുന്നത്? നമ്മളൊരു സ്ത്രീനെ കല്യാണം കഴിക്കാൻ വാളിയിട്ടു, അവളുടെ മോശം ശീലമാണ്, ഒരു ഉടായ്പാണ്, തരികടയാണ്. അവൾ വേറൊരാളെ സ്നേഹിക്കുന്നത് കണ്ണിൽ കണ്ട വ്യക്തിനെ, അയാളുടെ കൂടെ കടുവയുടെ കൂടെ കിടന്ന് ഈ രതിലീലകൾ ആടുന്നത് ഇവൻ കണ്ടു, ടി വിയിൽ തന്നെ കണ്ടു. എന്നിട്ട് ആ പരിപാടിയെ വേണ്ടെന്ന് വെച്ചാൽ കാര്യം കഴിഞ്ഞില്ലേ? അവരെ കുടുംബക്കാർ സേഫ് ആവുക. ഞങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു, ഞങ്ങൾ ഇനി കല്യാണം കഴിക്കുന്നില്ല, ഇനി എന്നെ പറ്റി ആരും ഒരു ഒന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി കഴിഞ്ഞാൽ ആ അധ്യായം കഴിഞ്ഞു അവിടെ. പിന്നെ എന്തിനാണ് വെറുതെ അവളെന്നെ ഒരു എപ്പിസോഡിൽ അവളെന്നെ അങ്ങനെ പറഞ്ഞു, ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ജിൻഡേനെ എടുത്തിരുന്ന് എന്നെ കുറ്റം പറഞ്ഞു, അത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, തൊട്ടു പിടിച്ചു, ഈ തൊട്ടാർവാടി പോലെ തൊട്ടാനും വാടാനൊക്കെ നിൽക്കണ ഈ അഫ്സലിന് വല്ല നാണണ്ട. അപ്പോൾ ഇവനെന്താ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ വീണ്ടും ഉള്ള പിന്നാലെ നടന്ന് ഇതുപോലെ ലൈവ് എടുക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സംശയം കല്യാണം ഇവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവന് കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശമാണ്. അതും കാശ് തന്നെ കാര്യം, കാശ് തന്നെ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീണ്ടും പിള്ള ഈറ്റം മണപ്പിച്ച് നടക്കേണ്ട കാര്യമുണ്ടാ? പോട്ടെ പുല്ല്, തുമ്മിയ പോണം മൂക്കാഞ്ച പോട്ടെ. വേറെ എത്രയോ സ്ത്രീകളുണ്ട്. അവളതിൻ്റെ മുമ്പ് ഉള്ളിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പ് ഇവൻ വേറെ കല്യാണം കഴിക്കാൻ വേണ്ടേ? അതാണ് ആൺകുട്ടികൾ ചെയ്യേണ്ടത്. ഇവൻ ചെയ്യുന്നത് ആണും പെണ്ണും അല്ലാത്ത വൃത്തികെട്ട കാര്യങ്ങൾ ഇവൻ ചെയ്യുന്നത്. ഈ അമ്മേരെ ഒക്കത്ത് ഇരിക്കും വേണം, അച്ഛൻ്റെ ഒക്കത്ത് ഇരിക്കും വേണം, അമ്മേരെ മുമ്പായി കുടിക്കും വേണമെന്ന് പറഞ്ഞാൽ രണ്ടും കൂടി നടക്കില്ലല്ലോ. ഏതെങ്കിലും ഒന്ന് നടത്തറാ. അങ്ങനെയൊക്കെ നട്ടലുള്ള പിള്ളേർ ചെയ്യേണ്ടത്. ഇവൻ എന്തൊക്കെ ചെയ്തോർന്നു? ഇവൻ വില കൂടിയ ഇവിടെ ബിഗ് ബോസിലേക്ക് വേണ്ടി വരാൻ വേണ്ടിയുള്ള ഇവൾക്ക് വേണ്ടിയുള്ള ഒത്താശ ചെയ്ത് കൊടുക്കണ്, ഇവൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കണ്, ഇവൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണ് ബിഗ് ബോസിൻ്റെ. ഇതൊക്കെ കഴിഞ്ഞ് ആഴ്ചയിൽ ഇവൾക്ക് ഡ്രസ്സ് അയച്ചു കൊടുക്കണ്, ഇവൾക്ക് പ്രേമലേഖനം അയച്ചു കൊടുക്കണ്. ഇതൊക്കെ നടത്തിയോടുന്ന വ്യക്തി ഇപ്പം അവൾ ഗബ്രിയുടെ കൂടെ ഈ കാമയിലുകൾ കാണിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മൂപ്പർക്ക് മുഴുവൻ ദിവസം വന്നിട്ട് ലൈവ് ഇടല പണി. നിനക്കൊക്കെ പോയി തൂങ്ങി ചത്തോരെ പോയിട്ട് അണ്ടർവേമ പോയിട്ട് വീണ്ടും തൂങ്ങി ചത്തോടെ. അതാണ് ഞാൻ ചോദിക്കുന്നത്. മിണ്ടാണ്ട് ഇരുന്നാൽ പോരെ നിനക്കൊക്കെ? ഇങ്ങനെയുള്ളൊരു പെണ്ണിനെ നീ ഒരു വളയോ അല്ലെങ്കിൽ ഒരു കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിച്ചു. നീ ആൺകുട്ടിയാണ് ചെയ്യേണ്ടത്. അവൾ അതിനുള്ളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നീ വേറെ സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടേ? ഇവളൊക്കെ ഈ തട്ടിപ്പിൽ നിന്ന്, ഇവളൊക്കെ ഉഡായ്പിൽ നിന്ന് ഇവളൊന്നും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മാസം നിനക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. അത്ര വലിയ നാവുള്ള സാധനമാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ? അതാ വേണ്ടത്. അങ്ങനെ നീ ചെയ്ത് കാണിക്കുക. അങ്ങനെ ചെയ്ത് നീ കേരളത്തിലുള്ള യുവജനങ്ങൾക്ക് നീ ഒരു മാതൃകയാവുക. എന്നെ വഞ്ചിച്ച അവൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഞാൻ വേറെ സ്ത്രീകളെ കഴുത്തിൽ താലി കെട്ടും എന്ന് പറഞ്ഞിട്ട് നീ ഒരു വീഡിയോ ഇട്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കും. ഇപ്പോഴും നിൻ്റെ വീഡിയോയിൽ എന്താ നമുക്ക് മനസ്സിലാകുമ്പോൾ തോന്നണം, അവളെപ്പോഴും ആവശ്യമാണ്. ഇനിയിപ്പോൾ ഗബ്രിയുടെ കൂടെ എന്ത് സർക്കസ് കളിച്ചാലും കുഴപ്പമില്ല, എന്ത് കാമലീലകൾ നടത്തിയാലും കുഴപ്പമില്ല, എനിക്ക് അവൾ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ഇട്ടാ എന്ന് പറഞ്ഞ പോലെയാണ് നമുക്കിതൊക്കെ ഫീൽ ചെയ്യുന്നത്. അതൊക്കെ പോട്ടെ. പിന്നെ ഇന്നലെ പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്ന് പറഞ്ഞൊരു ടാസ്ക് ഉണ്ടായിരുന്നു, ടിക്കറ്റ് ഫിനാലയിലത്തെ ആ ടാസ്ക് കള്ളക്കളിന് ജാസ്മിൻ കളിച്ചത്. അവൾ ആ ബൊമ്മേരെ അവിടെ നിന്ന് മോഹൻലാൽ വന്ന വഴിക്ക് മോഹൻലാൽ മണി അടിക്കാനും നിന്നില്ല, കിണി അടിക്കാനും നിന്നില്ല, തേങ്ങയുടെ മൂടുമില്ല, ഒന്നുമില്ലാണ്ട് വേഗം അവൾ മാലയിട്ടു. എന്നിട്ട് പറയണ് ഇതൊക്കെ ആ സായിയും ആ ക്യാപ്റ്റനായുള്ള സിജോൻ കണ്ടിരിക്കുക. ശരിക്കും ആദ്യം മാലയിട്ടത് നന്ദനിയാണ്. ആ നന്ദനെ തള്ളിയിട്ട്, നന്ദനയുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് ഈ രണ്ട് കന്നാലികൾ, വാഴകൾ, ചെറ്റകൾ, നാറികൾ. എന്നിട്ട് നന്ദനെ തള്ളി കളഞ്ഞിട്ട് ജാസ്മിൻ്റെ മാലയാണ് ആദ്യം വീണതെന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് ജാസ്മിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുത്തപ്പോൾ ഇവർ ശരിക്കും അതിനുള്ളിൽ ആരെ പിടിയാളായിട്ട് വന്നെന്ന് കളിക്കുന്നത്? ജാസ്മിൻ്റെ ഈറ്റം മണപ്പിച്ച് നിൽക്കണവരെ അവർ രണ്ടുപേരും. അപ്പോൾ മാറി കളിയിൽ ഈ ക്യാപ്റ്റനായുള്ള ഇവനും ഈ സിജും മറ്റുള്ളവരും കളിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഒരു 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 സന്തോഷം ഉണ്ടായിരുന്നു. അത് ഇല്ലാണ്ടായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും പഴയ മത്സരാർത്ഥികളെല്ലാം ബിഗ് ഹൗസിൽ കയറേണ്ട ദിവസം അടുത്ത് തുടങ്ങി. ആ റോക്കി വരും എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കാറുണ്ട്. ഈ തെണ്ടിക്ക് ഒരു ഇടി കൂടി കൊടുക്കാൻ എൻ്റെ കുറവുണ്ടായിരുന്നു. ആ ഇടി കൂടി അപ്പുറത്തെ കവളിൽ കൊടുക്കുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഗബ്രീനെ ഒന്നുകൂടി കാണാനുള്ള യോഗം ഉണ്ടായില്ല. ബിഗ് ബോസിൽ റോക്കിനെ വിളിച്ചിട്ടില്ല. ഫിനാലിക്ക് റോക്കിനെ വിളിച്ചിട്ടില്ല. റോക്കി വരില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവൻ വന്നു കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും പിടിച്ച് ഇടിക്കും എന്നുള്ളൊരു പേടി ഏഷ്യാനെറ്റിന്. അതുകൊണ്ട് റോക്കിക്ക് വേണ്ട, സിബിൻ വേണ്ട. സിബിൻ എന്ത് ഷോയ്ക്കുമെതിരെ സംസാരിച്ചു, അതിനുള്ളിൽ നടന്ന കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചു. അത് അവനൊരു ചാർജായിട്ട് വെച്ചിട്ട് അവനും വേണ്ട.
ഇനിയിപ്പോൾ പല മീഡിയയിലും പറയുന്നുണ്ട് ഗബ്രി വരില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് വിശ്വാസമില്ല. ഗബ്രി വരും. അവൻ ഒരു കാമകടുവയായ നിലയ്ക്ക് അവൻ ഓടി വരും. അവൻ വന്നില്ലെങ്കിൽ അവന് ബിഗ് ബോസ് ഉണ്ടാ. ബിഗ് ബോസ് അവനെ പൊക്കി കൊണ്ടുവരും. അവൻ കൊണ്ടുവന്നാലാണ് ബിഗ് ബോസിന് 10 രൂപ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഗബ്രി വരില്ല എന്ന് ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഗബ്രി വരും. ഗബ്രി കൃത്യമായിട്ട് കയറും. ഒരു ദിവസം കൂടി ഞാൻ കൂടുതൽ ജാസ്മിൻ്റെ കൂടെ ഇവിടെ നിന്നോട്ടെ, ഒരു രാത്രി കൂടി എനിക്ക് കൂടുതൽ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രി വരും. അവൻ ഇതുപോലെ നാണല്ലാത്ത ഒരു ഊളയാണ്. അവൻ്റെ ഊരയിൽ ഒരു ആലി മുളച്ചപ്പോൾ അതും എനിക്ക് ഒരു തണലാന്ന് പറഞ്ഞ് നടക്കുന്ന ഊളയവൻ. അവൻ എവിടെയൊക്കെ കാമലീലകൾ നടത്താൻ പറ്റുമോ അവിടെയൊക്കെ കാമലീലകൾ നടത്തുന്ന ആളാണ്. ഒരു വിരൽ മറ കിട്ടിയാൽ മതി, ഓരൽ വിഴുങ്ങുന്ന ആളാണ്. അപ്പോൾ അവൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവനൊക്കെ എത്തും. അവൻ അന്തസ്സുള്ളവനാണെന്നുണ്ടെങ്കിൽ, അവൻ അന്തസ്സുള്ള കാമക്കടുവയാണെന്നുണ്ടെങ്കിൽ വരാണ്ടിരിക്കുക വേണ്ടത്. അപ്പം നമുക്ക് പറയാം അവൻ ആൺകുട്ടിയാണെന്നുള്ളത്. ഫിനാലയിൽ വരരുത്. അവനിൽ ജാസ്മിൻ്റെ തന്തവനെ കുറിച്ച് എന്തൊക്കെ തെറികളാണ് വിളിച്ച് പറഞ്ഞ് വീഡിയോ ഇറക്കിയത്. ആ ഫോൺ കോള് നമ്മളെല്ലാവരും കേട്ടതല്ലേ. ആ ഫോൺ കോള് കേട്ട ഒരു വ്യക്തിത്വമുള്ളവനാണെന്ന് വെച്ചാൽ അവന് കുടുംബം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവന് നല്ല തന്തയ്ക്ക് പറഞ്ഞതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരൊറ്റ ഈ ലോകം മുഴുവൻ നമ്മുടെ മലയാളികൾ മുഴുവൻ കേട്ട ആ ഫോൺ കോള് ആ ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ പാടില്ല. ജാസ്മിനായിട്ട് ഒരു ബന്ധം പാടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടോ ഇല്ലയെന്ന് അവൻ ആൺകുട്ടിയാണോ എന്നുള്ളത് നമുക്ക് 10 ദിവസം കൂടി കഴിഞ്ഞാൽ, ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അവ ആൺകുട്ടിയല്ല, അവ ഓടി വരും. ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുക നമുക്കൊരു പിടുത്തമില്ല. അതൊന്നും നമുക്കിപ്പോൾ ഒരു പ്രവചിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സങ്കടമായുള്ള കാര്യം ഞാൻ പറഞ്ഞത്, ഇന്നലെ നല്ലൊരു 2 ഗെയിമിൽ നമ്മുടെ ജിൻഡോ ജയിച്ചു. ആ തിളക്കമാർന്ന ആ ജയം നമ്മൾ ടി വിയിൽ ഇന്നലെ കണ്ടില്ല. അത് മുക്കി നമ്മുടെ ഏഷ്യാനെറ്റ് ആ 2 തിളക്കമാർന്ന ഇത് മുക്കി. അതേ സ്ഥാനത്ത് നമ്മുടെ ജാസ്മിൻ തൂറുന്നത്, മുള്ളുന്നത്, നഖം കടിക്കുന്നത്, തുമ്മണത്, മൂക്കൊട്ട പിഴിയുന്നത്, എന്തെല്ലാം പ്രാന്ത് കളികൾ അവിടെ നിന്ന് കാണിക്കുന്നത്, തോണ്ടുന്നത്, കോക്കിരി കാട്ടുന്നത്, എന്ത് തെറി വിളിക്കുന്നത് എല്ലാം ക്യാമറ ഒപ്പിയെടുത്ത് നമുക്ക് അണ്ണാക്കിലേക്ക് തരും. നിങ്ങളങ്ങോട്ട് വിഴുങ്ങിക്കോ അമൃതമായിട്ട്. അവൾ കാണിച്ചു തരുന്നത് എല്ലാം അമൃത. ഒരു വാലമ്പൊടിയും വെച്ചിട്ട് നിങ്ങൾ നോക്കിയില്ല, ഒരു കോലമ്പൊടി പകുതി മുടി വാർമുടി ഉണ്ട് കേട്ടോ, പകുതി വെപ്പ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പിൻ ചെയ്ത് നോക്കുക. അവളുടെ മുടി ആകെ ഇത്രയുള്ള അവളുടെ മുടി. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വലിയൊരു വാലും കൂടി വെച്ചിട്ട് അതങ്ങോട്ട് വീശിയിട്ട് ഏത് നേരം അതെടുത്തൊരു കെട്ടല, അതുപോലെ തന്നെ ഒരു കറക്കല. ഇങ്ങനെയുള്ള വൃത്തികെട്ട ലീലകളും കാര്യങ്ങളും കാണിക്കുന്ന അവൾ കാണിക്കുന്നത് എന്ത് വിഷ്വൽസും നമ്മൾക്ക് ഇങ്ങോട്ട് തള്ളി തരിക ഏഷ്യാനെറ്റ്. അത് നമ്മൾ അങ്ങോട്ട് 3 നേരം വിഴുങ്ങിക്കോ. ജിൻ്റെ അതിൻ്റെ ഉള്ളിൽ എന്ത് കാണിച്ചോ നമ്മൾ കാണില്ല. ഒരു ടിക്കറ്റ് ഫിനാലയിലെ ഒരു ടാസ്ക് നടത്തുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി, നമുക്ക് എല്ലാ സീസണിലും ഓരോ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഉണ്ടാവാറുണ്ട്. നമുക്ക് ബിഗ് ബോസിൽ ഇന്ന വരെ വന്ന മത്സരാർത്ഥിയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം, നമ്മുടെ ഏറ്റവും ആരാധന പുരുഷൻ, നമ്മൾ എന്നും ഓർക്കുന്ന ഒരു പേര് റോബിൻ്റെയാണ്. അത് നമ്മൾ സന്തോഷത്തോടു കൂടി എന്നും പറയും, എപ്പോഴും പറയും, ഇപ്പോഴും പറയും. ഇനി അതൊരു 10 കൊല്ലം കഴിഞ്ഞാലും റോബിനെ നമ്മൾ മറക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ ഓരോ സീസണിലും, അതുപോലെ തന്നെ രഞ്ജിത്ത് കുമാർ നമ്മൾക്ക് വളരെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ മാരാരെ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരാണ് നമുക്ക്. ഈ ദിൽഷാനെ നമുക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മത്സരാർത്ഥിയാണത്. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരെ നമുക്ക് എല്ലാ സീസൺ കഴിയുമ്പോഴോടെ നെഞ്ചിലേറ്റും നമ്മൾ പ്രേക്ഷകർ. അതുപോലെ നെഞ്ചിലേറ്റൊരു വ്യക്തിയാണ് ജിൻഡോ. പക്ഷെ എന്ത് ചെയ്യാം, ജിൻഡോൻ്റെ കളികൾ ആരും കാണുന്നില്ല. ജിൻഡോൻ്റെ നല്ല നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ജിൻഡോനെ ഈ ജാസ്മിൻ എപ്പോഴെങ്കിലും തെറി വിളിച്ചോ, ജാസ്മിൻ എപ്പോഴെങ്കിലും ഇടിച്ചിട്ട് ഓരോ കോക്കികൾ അവൻ്റെ തലയിലും മുകളിലും പുറത്തും കയ്യുമ്മിലും കാലുമ്മിലും തുടമലൊക്കെ കാണിച്ചോ, അത് കാണിച്ചു തരും നമുക്ക്. ജിൻഡോ അവിടെ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്താൽ അത് നമ്മളെ കാണിച്ചു തരില്ല. അത് എഡിറ്റർ വെട്ടാൻ പറയും നമ്മുടെ ഹാഫീസ്. ഇങ്ങനെ ഒരു ഷോ, ഇതുപോലെ ഒരു സീസൺ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ജാസ്മിനെ അവിടുന്ന് വെള്ളപൂശി വെളുപ്പിച്ച് എല്ലാവിധ മാലാഖിയാക്കിയിട്ടാണ് ഇപ്പോൾ ദേശീയ പത്രം പോലും എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇവൾ മൂക്കട്ട വീഴുന്നതും
ഇവിടെ തൂറുന്നതും ഇതൊക്കെ വലിയ കണ്ടന്റ് മേക്കർ എന്നാണ് പറയണത്. ഇത്രയും വലിയൊരു കണ്ടന്റ് മേക്കർ ഇന്നവരെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയിട്ടില്ലാന്ന്. എത്ര പൈസ കൊടുത്തിട്ടുണ്ടാവും ഈ രാധിക എന്ന് പറഞ്ഞ എഴുത്തുകാരിക്കുന്നത് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്രേക്ഷകർ കരുതിയിരിക്കുക. ഇവിടെ അഭിഷേകോ ജിൻഡോ അല്ലെങ്കിൽ ആരും ഇവിടെ മത്സരാർത്ഥികളോ ആർക്കും കപ്പ് കിട്ടില്ല. കപ്പ് കിട്ടുക നിങ്ങൾ നോക്കിക്കോ, എഴുതി വെച്ചോ, ജാസ്മിന് മാത്രമാണ് കപ്പ് കിട്ടുള്ളൂ. വേറെ ആരും അതിനു വേണ്ടി മഞ്ഞ് കൊണ്ടിട്ടോ അതിനു വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ തിക്കും തിരക്കും ബഹളുണ്ടാക്കിയിട്ടോ ചാനലിൽ കൂടെ നമ്മൾ പ്രതികരിച്ചിട്ടോ. ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ എത്ര പേര് ഈ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നുണ്ട്. ആ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നവർ ഒരു 250 പേര് റിവ്യൂ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ 250 പേരിൽ 240 പേരും ജാസ്മിനെതിരായിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മത്സരാർത്ഥിനെ ഏഷ്യാനെറ്റും മറ്റുള്ള മാധ്യമങ്ങളും കൂറ്റങ്ങോട്ട് പൊന്തിക്കുക. എന്താണ്ടാവും നമുക്കറിയാം. എന്തായാലും ടിക്കറ്റ് ഫിനാലയിൽ ഇപ്പോൾ ആരെങ്കിലും വലിയ പോയിന്റ് എടുത്തുകൊണ്ടോ വലിയ കൂറ്റൻ പോയിന്റ് കിട്ടിയോണ്ടൊന്നും അതുകൊണ്ടൊന്നും ഒരു വലിയ ഇതൊന്നുമില്ല. നമുക്ക് പ്രേക്ഷകർക്ക് കുറച്ച് നല്ല ടാസ്കുകൾ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അവരൊക്കെ ടാലൻറ്റ് മനസ്സിലാക്കാം, അവരൊക്കെ മൈൻഡ് ഗെയിം മനസ്സിലാക്കാം, ഇത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ സീസണിൽ ഈ മോഹൻലാൽ വരുമ്പോൾ ഈ ടിക്കറ്റ് ഫിനാലെ ടാക്സിൻ്റെ കാര്യം ഈ കളികളുടെ കാര്യം തന്നെ ആയിരിക്കാം കൂടുതൽ മൂപ്പര് ചോദിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. എന്തായാലും 2 ആൾ പുറത്തു പോകും. അതിൽ നോറ ഒരാൾ ഉറപ്പാണ്. അതുപോലെ തന്നെ സായിയുടെ കാര്യത്തിലും ഒരു ചെറിയ തീരുമാനമായിട്ടുണ്ട്. സായിയും പുറത്തു പോകുമെന്നുള്ളൊരു തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ജിൻഡോൻ്റെ വോട്ടിംഗ് ഇല്ലാത്തത് കാരണം സായിക്ക് കുറച്ച് വോട്ട് കൂടിയിട്ടുണ്ട്. അതിന് വരും ദിവസങ്ങളിൽ കുറയും എന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ ജാസ്മിന് കപ്പ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അത്യുഗ്രം പൂജ നടത്തിയിട്ടുണ്ട്. അതിനി എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം. നമ്മളിതിൻ്റെ പിന്നാലെ തന്നെയാണ്. ഈ ഒരു സ്ത്രീക്ക്, ഈ ഒരു പെണ്ണിന്, ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഈ ബിഗ് ബോസിൽ വന്ന് കളിച്ചിട്ട് ഇന്നവരെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഇത്രയും ഒരു വൃത്തികെട്ട ഒരു പെണ്ണിൻ്റെ കളികൾ. അപ്പോൾ ആ പെണ്ണിന് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകും. ആ കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നിങ്ങൾ അത് ഏറ്റവും വരെ നമുക്ക് പരിചയമുള്ള ആൾക്കാർ മുഴുവൻ നമ്മൾ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് നമ്മൾക്ക് ഇവൾക്ക് എതിരായിട്ട് വോട്ട് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആ വഴിക്ക് നടക്കട്ടെ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ അവിടെ നിർത്തേണ്ടതുണ്ട്. ലെങ്തിയായി പോകണ്ട. അപ്പോൾ അതുകൊണ്ട് മഴയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നാട് മുഴുവൻ വെള്ളപ്പൊക്കം ഇനിയിപ്പോൾ ഒരു വെള്ളപ്പൊക്കം കൂടി ഇവിടെ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതില്ലാണ്ടിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജാസ്മിൻ വിന്നർ ആവാണ്ടിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും ഇഷ്യൂസും ഉണ്ടായി അവിടെ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കാൻ നമുക്ക് ആശ്വസിക്കാം. അങ്ങനെ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ, വേറെ ഒന്നിനും പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയ്ക്ക് വേണ്ടി നമുക്ക് എന്നും പ്രാർത്ഥിക്കാം. അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഇഷ്യൂസും ഉണ്ടാവാണ്ട് ആ കപ്പ് ഉയർത്താനുള്ളൊരു ഭാഗ്യം നമ്മുടെ ജിൻഡോയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയുള്ള പൂജകളും ഇന്നലെയൊക്കെ മിനിഞ്ഞാന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, അത്രമാത്രം മതിയിട്ടാ. ഓക്കെ, നമുക്ക് നാളെ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നെക്സ്റ്റ് ഡേ. ഓക്കെ, ബൈ.